ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ തന്നെ നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. അപ്പോൾ നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ക്രൗൺ ചക്ര. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്ന ആ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ കാർഡ് നല്ലോണം ഷഫിൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എനർജി എടുക്കുന്നത്. കാരണം അതായിരിക്കും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ. എനിക്കിവിടെ വരുന്ന കാർഡ്സിൻ്റെ ആ ഒരു എനർജി മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. സ്വന്തമായിട്ട് ഞാനൊരു കാർഡ് എടുക്കുന്നതല്ല. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് ഹോപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളിപ്പോൾ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയിലാണ് കേട്ടോ. ഈ ഒരു എനർജി എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇത് നിങ്ങളെ നല്ലൊരു പാതയിലേക്കും തെറ്റായ പാതയിലേക്കും നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വളരെ വിവേകത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സ്റ്റേജാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും യൂണിവേഴ്സ് അതിന് സാക്ഷിയാണ്. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് നല്ല കർമ്മകൾ ലഭിക്കും. നമ്മൾ മോശം പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബാഡ് കർമ്മയായിരിക്കും ലഭിക്കുക. കേട്ടിട്ടില്ലേ, നമ്മൾ വിതച്ചതേ കൊയ്യൂ എന്ന്? അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു സമയമുള്ളത്. ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളാണ് മുന്നിലുള്ളത്. എന്നാൽ എല്ലാം നല്ലതാണെന്ന് കരുതി എടുത്തു ചാടാതെ വളരെയധികം വിവേകത്തോടെ മനസ്സിനെ ശാന്തമാക്കി ചൂസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് ശരിയായി മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായും ജോലി സംബന്ധമായും റിയൽ എസ്റ്റേറ്റ് അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്ന ഒരു സമയമാണ്. പക്ഷേ നിങ്ങൾക്ക് നിലവിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ചോയ്സസ് തെറ്റാകാനായിട്ടുള്ള ചാൻസ് ഇവിടെ കാണുന്നു. നിങ്ങൾക്ക് ലീഡർഷിപ്പ് റോള് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ജോലിയിലായിരിക്കാം, വീട്ടിലായിരിക്കാം, സുഹൃത്തുക്കളുടെ ഇടയിലായിരിക്കാം. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന ഒരവസ്ഥയുണ്ടാവും. മറ്റുള്ളവരെ ലീഡ് ചെയ്യുന്ന സ്ഥാനത്തിൽ നിങ്ങൾ എത്തുന്നതാണ്. എന്നാൽ ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന സമയത്ത് പ്രഷറും നിങ്ങൾക്ക് കൂടുന്നതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുന്നതനുസരിച്ച് മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം. അതുകൊണ്ട് മനസ്സ് ശാന്തമാക്കി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈഗോ, അമിതമായിട്ടുള്ള ആവേശം എന്നിവയെ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്.
എന്ത് കാര്യത്തിനും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുക. നല്ല രീതിയിൽ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒരു സമയമായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. എന്ന് കരുതി എല്ലാം ഈസിയായി എടുക്കേണ്ട ഒരു സ്റ്റേജ് അല്ല ഇപ്പോഴുള്ളത്. ശരിയായിട്ടുള്ള പ്ലാനിങ്, ഹാർഡ് വർക്ക്, പേഷ്യൻസ് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്. ഓവർ കോൺഫിഡൻസ്, അലസത എന്നിവയിൽപ്പെട്ടാൽ മുന്നോട്ടുള്ള വഴിയിൽ തടസ്സമുണ്ടാകുന്നതാണ്. എല്ലാ കാര്യത്തിനും യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ക്രൗൺ ചക്ര ഇവിടെ ബ്ലോക്ക് ആണെന്ന് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അത് ആക്ടിവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രൗൺ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുക. ക്രൗൺ ചക്ര ബ്ലോക്ക് ആകുന്ന സമയത്ത് മനസ്സിന് ക്ലിയറായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയില്ല. എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും, ഡൗട്ട്സ് ആയിരിക്കും, സ്ട്രെസ് ആയിരിക്കും, ഭയങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മുടങ്ങുന്നതാണ്. നിങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതെല്ലാം മുടങ്ങിക്കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ക്രൗൺ ചക്ര ബ്ലോക്കാണ്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പലവിധ ചിന്തകൾ കയറി വരികയും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാവുകയും അപ്പം ആ ഒരു മെഡിറ്റേഷൻ തന്നെ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ ക്രൗൺ ചക്ര ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ മനസ്സിൽ ഈഗോ, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കൂടുമ്പോൾ മനസ്സിൻ്റെ ശക്തി കുറയാനായിട്ടും തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്രൗൺ ചക്ര മെഡിറ്റേഷൻ പോലെയുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡെയിലി 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. നമ്മുടെ 7 ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ക്രൗൺ ചക്ര ബ്ലോക്ക് ആണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിയെ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അത് ആക്ടിവേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്ക് എല്ലാം തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ജോലിയിലൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വർക്കിന് വാല്യൂ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം വളരെ ക്ഷമയോടുകൂടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും എന്നുള്ളൊരു മെസ്സേജും യൂണിവേഴ്സ് എനിക്കിവിടെ തരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഹാർഡ് വർക്ക് വെറുതെ ആവില്ല എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എലോൺ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ശക്തി നിങ്ങളെ എപ്പോഴും ഗൈഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല പ്രവർത്തികൾ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷ വയ്ക്കുക. കഠിനമായിട്ടുള്ള സമയങ്ങളൊക്കെ മാറിപ്പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനിയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മേ ബി ഇതൊരു ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം നിങ്ങളുടെ. അപ്പം ഈ ഒരു സമയമാണ് നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പം യൂണിവേഴ്സിൽ പ്രതീക്ഷ വയ്ക്കുക. നിങ്ങൾ ഈ ഒരു സമയം അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ് നൽകുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അതുപോലെ തന്നെ വളരെയധികം പ്രാർത്ഥനയോടുകൂടി തുടരുക. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്.